അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയതും ആദ്യത്തവുമായ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ നിങ്ങൾക്ക് അങ്ങനെ അത്ര പേർക്ക് അറിയത്തില്ലായിരിക്കും, കാരണം ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ അങ്ങോട്ട് എത്തിയുള്ളൂ. ഞാൻ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് വ്ളോഗിലോട്ടും വരും. എൻ്റെ പേര് അക്മൽ മുഹമ്മദ്. ഞാൻ ചലഞ്ച് വീഡിയോസും അല്ലാതെ വ്ളോഗും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചെറിയ ഷോർട്സ് ആയിട്ടും റീൽസും ആയിട്ടും ഇടുന്നുണ്ട്. അപ്പം ഇന്നൊരു വ്ളോഗാണ്. ഇത് നമ്മുടെ വ്ളോഗിൻ്റെ ആദ്യത്തെ തുടക്കമാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ ഇത് പ്രകാരം നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്താണ്. ഇവിടുത്തെ ഫെസ്റ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം വ്യൂ ഉണ്ടോ വാവ്. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ ചങ്ക് കൂട്ടുകാരനായ വിധു കൃഷ്ണ ഡി ആണ്. വിധു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ യൂട്യൂബ് ജേണിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? നല്ലതാണ്. ഇനി അടുത്തത് ഇത് നമ്മുടെ ബാല്യകാല സുഹൃത്താണ്. നമ്മൾ കൊച്ചിലെ മുതൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. നമ്മൾ ഇപ്പോൾ കോളേജിൽ ഒരുമിച്ചായി. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സ്വന്തം ക്യാമറമാനാണ്. താങ്കളൊന്ന് ഫോണൊന്ന് വെച്ച് ഇത് നമ്മുടെ ക്യാമറമാൻ യദു കൃഷ്ണാടി. ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്. കണ്ടാൽ ഒരു സാമ്യം ഇല്ലെങ്കിലും പക്ഷേ ഇരട്ടകളാണ്. താങ്കൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്താ പറയാ? സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് ആണ്. 2 ആഴ്ച കൊണ്ടൊക്കെ 7K സബ്സ്ക്രൈബേഴ്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റോളിംഗ് ടു 10K ആണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കാണിക്കുക. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാം നമ്മളെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും നിങ്ങളുടെ സപ്പോർട്ട് ഒരേപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട്. നമുക്കിപ്പോൾ 7.5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ നമുക്ക് നാളെ തന്നെ 10K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് 100K, അതിന്റെ അടുത്ത ആഴ്ച 1 മില്യൺ. നമുക്ക് 1 മില്യൺ അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി അകത്തേക്ക് പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാൻ യദു കൃഷ്ണാടിയാണ്. വിധു കൃഷ്ണാടി ചുമ്മാ വാലക്കടിച്ച് വന്നേക്കാണ്. വിഷമായി ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ വ്യൂ കണ്ടോ? ഇവിടുന്ന് കാണുമ്പോഴേ നല്ല രസമുണ്ട്. ഞാൻ അകത്ത് പോയി ടിക്കറ്റ് എടുക്കാം. എത്ര രൂപയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പോയിട്ട് നമുക്ക് എടുക്കാം. കമോൺ ഗൈസ്, വാ. കുറേ നടക്കമുണ്ട്. നമ്മുടെ കൂടെ വേറെ 2 പേരും കൊണ്ട്, പക്ഷേ കുറച്ച് അവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണം അവരങ്ങോട്ട് പോയേക്കുവാണ്. നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് അവരെന്തായാലും കാണും. ഒരു മ്ലേച്ചം രാജ്, റിയൽ പേര് മീക്ക രാജ്, പിന്നെ ഒരു ജെഫ്രി ജോർജ്. അടുത്ത വ്ളോഗിൽ അവരെന്തായാലും കാണുന്നതായിരിക്കും. ബാ വണ്ടി ഇപ്പം പടവായനെ എന്ത് ചേട്ടാ? ഇതിന്റെ എൻട്രൻസ് ഇതുവഴിയാണെന്നാ തോന്നുന്നത്. അതുവഴിയാ എല്ലാരും നടക്കുന്നപ്പോ ഇതുവഴി കയറിപ്പോ. അത് ഏതാ? അത് എന്തോ ഫ്രൈസ് കല്യാണം. അതല്ല. ബാ. ഓ, ഇതിലൊക്കെ നമ്മളിന്ന് കയറും. നമുക്ക് ഇന്ന് വലിയ അവിടെ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം നമ്മളിന്ന് ചെയ്തിട്ടേ വരത്തുള്ളൂ. പൈസ നോക്കുന്നില്ല, എടുത്തെറിയുക. ഓ, ഇത് ഇത്ര സ്പീഡിലൊക്കെ ഇറങ്ങൂ. എനിക്ക് പണ്ടേ ഇങ്ങനത്തെ സാധനം എനിക്ക് ഹൈറ്റ് ഫിയർ ഉള്ളേ പണ്ടേ. ഇതിലൊക്കെ കേറുവാന്ന് ഒരു വട്ടം ഇത് ഇങ്ങനെ കേറിയത് ഛർദിച്ച് വാരി ഊപ്പാട് വന്നിട്ടുണ്ട്. തലയെല്ലാം കറങ്ങി. ഇപ്പം അതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പക്ഷെ വലിയ പരിപാടിയാന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് പോണേ. പക്ഷേ കുറേ റീൽസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടയാ. ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു 40 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പത്തനാപുരത്താണ്. അപ്പം ഇവിടുന്ന് 45 കിലോമീറ്ററേ ഉള്ളതുകൊണ്ട് നമ്മൾ അസാധാരണമായി ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ ചലഞ്ച് വീഡിയോസ് പഴം വീഡിയോസ് എടുത്തപ്പം, പഴം ചലഞ്ച് വീഡിയോസ് എടുത്തപ്പോൾ ഈ പുള്ളി ഉണ്ടായിരുന്നു. ഈ പുള്ളിയുടെ അനിയൻ 10 പഴം നിന്ന് 500 രൂപ വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങൾ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്ത കാര്യം എന്താ? അനിയൻ ബീച്ചിൽ കൊല്ലത്തുണ്ടോ? ഇവിടെ എന്തോ ഒട്ടകം കൊണ്ടുവന്നോ? ഇവിടെ എൻട്രൻസ് എത്ര? എവിടാ? ഒരാൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തൂടെ? ഓക്കെ പോട്ടെ. ഇവിടെ വ്ളോഗ് എടുക്കാൻ വന്നേ. ബാ. അപ്പം ഒരാൾക്ക് എൻട്രൻസ് 200 രൂപയാണ്. നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 3 ടിക്കറ്റ് എടുത്തോണ്ട് വിധു കൃഷ്ണാടി, യദു കൃഷ്ണാടി, പിന്നെ എനിക്കും. ഇന്നാ വിധു കൃഷ്ണാടി പിടിച്ചോ. പിന്നെ അടുത്ത നമ്മുടെ ക്യാമറമാൻ്റെ ടിക്കറ്റ് ഉണ്ട്. ഓ, ഒരു ടിക്കറ്റിന് 200 രൂപ. പണ്ടൊക്കെ ഓരോ ഫെസ്റ്റിന് പോകുമ്പോൾ ടിക്കറ്റിന്
പണ്ടൊക്കെ ഒരു ഫെസ്റ്റിന് പോകുമ്പം ഒരു ടിക്കറ്റിന് 50 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു ടിക്കറ്റിന് 200 രൂപ. അതിനുള്ള ഉണ്ടോ നമുക്ക് കയറി കാണുമ്പോൾ അറിയാം. ഓ കറങ്ങുന്നുണ്ടോ? ബാ ഒടുക്കത്തെ തിരക്കാ. ഇതുവഴിക്കൂടെ ഇനി എപ്പോൾ കയറി എപ്പോൾ വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞവനറിയാം. ബാ ഇനി നമുക്ക് കയറിയിട്ട് കാണാം. ബാ രണ്ട് ടിക്കറ്റ് കാണണം. അതെ ആ ടിക്കറ്റാ. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇനി നോക്കാം അകത്ത് എന്തൊക്കെ വിസ്മയിക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ടെന്ന്. ഓ മോനെ ഒടുക്കത്തെ തിരക്ക്. എൻ്റെ മോനെ ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഒടുക്കത്തെ വെള്ളത്തിന് ശബ്ദമാണ്. എന്തോ കോൺസേർട്ട് എന്തോ ഉണ്ടെന്നാ തോന്നുന്നു. എല്ലാരും അവിടെ നിന്ന് ഏതോ ഒരു ചേച്ചി അവിടെ കിടന്ന് നല്ലപോലെ പ്രസംഗിക്കുന്നുണ്ട്. ഓ അത് കൊള്ളാം. ആന്ത് സാധനം. ആഹാ ഓ കണ്ടോ വെള്ളച്ചാട്ടം. വാവ്, ഇത് ദുബായ് എക്സ്പോയില് നമ്മളെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എന്തുവാ പുതിയ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ നാട് പുരോഗമിക്കുകയാണ് ഗൈസ്. നമ്മുടെ നാട് പുരോഗമിക്കുകയാണ്. വാവ്, ആ ചേച്ചി അവിടെ നിന്ന് എന്താ പറയുന്നത്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ അടിപൊളിയല്ലേ? 200 രൂപയ്ക്ക് കാണാനാണ് പറഞ്ഞത്. ഒടുക്കത്തെ തിരക്കാളാ, ഒടുക്കത്തെ തിരക്ക്. നമ്മളെ ഷൂ ഒക്കെ ഇട്ടേക്കും. അപ്പൊ നമ്മൾ അതി കയറുന്നില്ല. കാലപ്പം അങ്ങോട്ട് പോവാ. അവിടെ വലിയ തിരക്കില്ല ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ വെള്ളമില്ല. അങ്ങോട്ട് ഏട്ടാ അപ്പൊ ഗൈസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അകത്ത് കയറിയൊക്കെയാണ്. ഇവിടെ കിളിയൊക്കെ തുറന്നു വിട്ടേക്കുക. വാവ് കൊള്ളാം, നൈസ്. ഒരു ചപ്പും ചവറൊന്നും ഇത് വാരിയിടല് വീടല്ല. ഓക്കെ കൊള്ളാം, കിളി കൊള്ളാം. കിളിയെ ഇങ്ങനെ തുറന്നു വിട്ടുക. വാവ് നൈസ്. ഒടുക്കത്തെ തിരക്ക്. ഓ ഒരു കിളിയുടെ കാറ്റിങ്ങനെ അടിച്ചാ പോയ. കൊള്ളാം. നമ്മുടെ ക്യാമറമാൻ അന്ധകാരത്തിൽ പെട്ടു. ക്യാമറമാൻ വാ. കൊള്ളാം, നൈസ്. അവിടെ എന്താണ് നമുക്ക് കിളിയായിട്ട് വേണേൽ സെൽഫി എടുക്കാം. പക്ഷേ എന്തിനാ സെൽഫി? കിളിയൊക്കെ നമുക്ക് കണ്ടുപോയപ്പോൾ ചുമ്മാ ഇനി കിളിയായിട്ട് സെൽഫി എടുത്ത് കിളി ഇനി ചിരിച്ചു തരത്തൊന്നുമില്ല. അപ്പം ചുമ്മാ കണ്ടുപോവാ. സെൽഫിയുടെ ആവശ്യമൊന്നുമില്ല. പാമ്പ് ഗൈസ്, പാമ്പ് തലയിലിടണോ പാമ്പ്? നോണ്ടേ എടാ പൊട്ടാ ഓർഡർ എഴുതി വെച്ചേക്കുന്നു. നോക്ക്, തലയിടണോ? കഴുത്തിക്കൊണ്ട് ഇടണോ? നീട് എല്ലാരും ഇടണം. എനിക്ക് പേടിയാ. ഇറക്കി ഞാൻ കൊണ്ട് പറ്റും. എത്ര രൂപ? 100 രൂപ പൈത്തൽ. വിഷയല്ലോ നിനക്ക്. അപ്പൊ ആദ്യം നമ്മുടെ ക്യാമറമാനെ കൊണ്ട് ഇരിപ്പിക്കാം. ക്യാമറമാൻ നമ്മുടെ ഫസ്റ്റ് പാമ്പിനെ ഇടത്തില്ലേ? വെറ്റ് പിടിച്ചിരിക്കും. നീ ഇടണം. ഞാനത്തില്ല, നീ പിടിച്ചോ ആദ്യമേ. അപ്പൊ നമുക്ക് പാമ്പിന്റെ അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന്. പാമ്പൊന്നും ചെയ്യത്തില്ല. ഇത് പാമ്പിനെ ഞെക്കിക്കൊണ്ടിട്ട് ഉമ്മയ്ക്കോ? കഴുത്തി പിടിച്ച് അങ്ങനെ പാമ്പല്ല അത് വേറെ പാമ്പ. ഇത്ര സിമ്പിളാവുന്ന പാമ്പ്. അയ്യോ വാ, യദുവിനെ കൊണ്ട് പാമ്പിന്റെ മണ്ട കയറ്റാം. അപ്പോൾ ക്യാമറമാൻ ഫസ്റ്റ് കയറിയേക്കാണ്. ഇല്ല ഇപ്പൊ ഫസ്റ്റ് നീ, ഞാൻ കയറത്തില്ല. ഫസ്റ്റ് നീ
വൈരാഗ്യം അല്ലാ അയ്യോ ആ പടച്ചോനെ അതാ ഇതിനിടയ്ക്ക് ഫോട്ടോ എടുത്തോളെ ഞാൻ നേരത്തെ കുറെ ഫോട്ടോ എടുക്കണേ നേരെയുള്ള ആംഗിളെ പടച്ചോനെ അപ്പൊ ക്യാമറാമാന്റെ ഫോട്ടോ ക്യാമറമാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാം കൈയും വെച്ച് എങ്ങനെയാണ് പിടിക്കുന്നത് ഫോട്ടോ എടാ അങ്ങനെ വിളി വേണ്ട താത്ത് വീഴാം അയ്യോ ഇങ്ങനെ ചേട്ടാ കൊത്തുന്നു എന്താ ചെയ്യുന്നത് എടുത്തെടുത്തെടുത്തു മതി എടുത്തെടുത്തു കഴുത്തി കയറി നോക്കിടുന്നു ചേട്ടാ ശ്വാസം മുട്ടുന്നേ മതി എടുത്ത ചേട്ടാ ശ്വാസം ഇപ്പൊ നേരെ എടാ ഇറങ്ങുന്ന എങ്ങനെ കഴുത്തി ഇങ്ങനെ ഞാൻ വെച്ചില്ല മറ്റേ ഞെരുക്കത്തില്ല ഇങ്ങനെ ആക്കട്ടെ പാമ്പ് കയറി അതുമല്ല കേറണയാന്ന് ഇപ്പഴാ ജീവൻ നേരെ വീണ കയ്യെ കയറുന്നു എങ്ങനെ ഇറങ്ങുന്നേ അതുവഴി മതിലാടാ ചാടി ഇറങ്ങാം അതുവഴി ഒരു മിനിറ്റ് പാമ്പാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പാമ്പിനെ എടുത്തിട്ട് ഇനി ഒരിക്കലും ഇല്ല ഇനി ആദ്യവും അവസാനവുമായ പാമ്പിടലായിരുന്നത് ഇടുമ്പോ ഒരുമാതിരി ഭയങ്കര സോഫ്റ്റ് പക്ഷെ നമ്മൾ വിചാരിക്കും വെച്ചിരി കട്ടിയൊക്കെ കാണുന്നത് പക്ഷെ ഭയങ്കര പ്ലം പോലെ പൈ ഇങ്ങനെ ഇരിക്കുന്നു അവിടെ ഇവിടെ ചേച്ചി ചില്ലിങ് ആണ് ബാക്കി 2 ചേച്ചിമാര് വെള്ളത്തിൽ കിടക്കുമ്പോ ഒരു ചേച്ചി ചില്ലിങ് സവാട്ടിക്ക തായ്ലാൻഡ് ചേച്ചി തായ്ലാൻഡിലാന്ന് തോന്നുന്നു നമുക്ക് സവാട്ടിക്ക പറഞ്ഞു സവാട്ടിക്ക എന്തുവാന്ന് വേണ്ട ഞാൻ ചോദിച്ചു എന്തുവാന്ന് പറഞ്ഞു വേണ്ട നമ്മളറിയാം ഓക്കെ ഹായ് ശരിയെന്നാ ചേച്ചി ബ്ലോഗിലൊരു ഹായ് കൊടുത്തേ നമ്മുടെ ബ്ലോഗിൽ ഹായ് കൊടുക്കാം ചേച്ചി നമ്മുടെ ബ്ലോഗിൽ ഒരു ഹായ് കൊടുത്തേ ചേച്ചി ഹായ് തന്നു നമുക്ക് പോവാം ആണ്ടോ നമ്മുടെ ബ്ലോഗ് ഇന്റർനാഷണലാണ് അപ്പൊ നേപ്പാള് തായ്ലൻഡ് ഇന്തോനേഷ്യ എല്ലായിടത്തു നിന്നും നമുക്ക് ആൾക്കാരുണ്ട് മസാജർ ഏത് നടുവേദനയും പെടലി വേദനയും മാറ്റിത്തരുന്ന മസാജർ അതായിരിക്കും ഇവരുടെ ടാഗ്ലൈൻ. ചേട്ടൻ എന്തൊരു സുഖം. ചേട്ടാ അവിടെ നിന്ന് മസാജ് ചെയ്യട്ടെ, ഇവിടെ വേണം അവിടെ വേണം എന്നൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് ചെല്ലണ്ട. എത്ര 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 3500 വേണ്ട, കൈ വെച്ച് അടവിയാൽ മതി. കാട്ടുള്ളി ഓയിലോ അതൊക്കെ എനിക്ക് നമ്മൾ മാപ്പിച്ചു നോക്കാം. കുറെ വീഡിയോ കണ്ടിട്ടുണ്ട്. കൊള്ളാം ഇത് നീ കണക്കി കണ്ണി
പാറി. നീ നോക്കിച്ചേ. ക്യാമറമാൻ്റെ ബോധം എല്ലാം പോയി. പക്ഷേ സംഭവം കൊള്ളാം. ചിച്ചിയും കൂടെ വലിച്ചു നോക്കാം. ആദ്യമൊന്നും കുഴപ്പമില്ല, വലിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് എഫക്റ്റ് വരുന്നത്. ബാ അവിടെ പോയിട്ട് നമുക്കിനി അവിടെ പോയിട്ടാണ്. അപ്പം നീണ്ട ഇടിക്കും തള്ളും ചവിട്ടും കുത്തിന് ശേഷം നമ്മൾ ഇവിടെ ഇറങ്ങിയേക്കാണ്. അവിടെ നിന്ന് ഒരു പേട വാങ്ങിച്ചും അവിടെ നിന്ന് ഇനി നമുക്ക് കൊണ്ട് അതിൽ കയറണം. ആ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് കയറിയിട്ടില്ല, എനിക്കത് കയറിയേ പറ്റൂ. ഇനി നമുക്ക് ഇനി ഇത് തിന്ന ദാഹിക്കാം. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം വാങ്ങിച്ച് അതിൻ്റെ ദാഹം മാറ്റണം. എത്ര ചവിട്ടും ഇടിയും കിട്ടി? കുറെ കിട്ടി. പേടൊക്കെ ഉണ്ട്. കൊള്ളാം. ക്യാമറമാൻ എങ്ങനെ ഉണ്ട്? കൊള്ളാം. വെള്ളം. അതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം. നമ്മൾ അറിയപ്പെടുന്നു. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോ ഒരാൾ ചോദിക്കുക, ചലഞ്ച് വീഡിയോസ് ഒന്നും ഇല്ലേ, അക്മലേ അല്ലേന്ന്. ഇനി കൂടുതൽ എന്ത് വേണം? എനിക്ക് 2 ദിവസം ഉറങ്ങാണ്ട. ആള് ചോദിക്കുക, അക്മലേ അല്ലേ, ചലഞ്ച് വീഡിയോസ് ഇല്ലേ? ഇതേ വെള്ളം വാങ്ങാമ്പാ. പോലീസോടെ വാങ്ങാം. മൂന്നിൻ്റെയും കൂടെ അപ്പം നമുക്ക് പോലീസോടെ കുടിച്ചു നോക്കാം. ഇല്ല ഒറ്റ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത് കയറാൻ പോവാ. മോനെ കാണുമ്പോഴേ പേടിയാവുന്നു. എനിക്ക് ഒന്നാമത് ഹൈറ്റ് ഫിയർ ഒക്കെ ഉള്ളയാ. ഇതിനെ ഒരു വട്ടം കയറിയിട്ടുണ്ട് ഈ സാധനത്തിൽ. അന്നത്തോടെ മതിയായി. അന്ന് ഛർദിച്ച് വാരി മനുഷ്യ തല 2 ദിവസം എൻ്റെ തല ഇങ്ങനെയാണ് കറങ്ങുമായിരുന്നു. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഇതിനാദ്യമായിട്ട് ഇതൊന്ന് കയറണമെന്നൊരാഗ്രഹം. ചിലപ്പോൾ അത് ആദ്യത്തെ അവസാനത്തെയുമായിട്ടുള്ള ആഗ്രഹമായിരിക്കാം. നമുക്കത് ഇനി കയറിയിട്ട് കാണാം. അപ്പം സക്സസ്ഫുള്ളി നമ്മൾ ഇതിൽ കയറിയേക്കാണ്. അയ്യോ എടാ, ഇത് എനിക്ക് പേടിയത് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത് കേട്ടോ. ഇത് എന്തൊരു കുലിക്കോളാ ഇത്. അയ്യോ വിധുവിനെ കേറ്റുന്നില്ല, എന്താ അറിയത്തില്ല. ഇപ്പൊ കയറ്റി. യെസ്, ഇത് കയറാൻ പോകുന്നു. ഇത് പൊങ്ങുമ്പോ നല്ല ഒരു എന്തോ ഒരു ഫീല് പോലെ. പൊക്കുന്നു. നീ ഒരിടത്ത് പിടിയടാ. അയ്യോ നമ്മളെ ഇറക്കാൻ പറയണം കരുത്ത്. ആടുന്ന് നമ്മളാണോ? നമ്മളല്ല. പൊക്കി കഴിഞ്ഞോ? മിണ്ടാറാ പട്ടി. എടാ പിടിയടാ ഒരിടത്ത്. നീ പിടിക്കാതിരിക്കുമ്പോ എനിക്കൂടെ പേടിയാവുന്നു. അങ്ങനെയൊന്നും കാണിക്കല്, ചരിയല്ലേ, നേരെ ഇരി. ഏറ്റവും മേലെ ഇരിക്കുമ്പോ എന്തോ ചെയ്യൂ നീ. കോപ്പി ചെയ്ത് കേറണ്ടായിരുന്നു. ഒന്നാമത് ഈ സാമാനത്തിലേക്ക് കയറുന്ന എനിക്ക് പേടിയാ. കണ്ണടച്ചിരുന്നൊന്നും അറിയുന്നില്ല കേട്ടോ. കൊള്ളാം, കണ്ണടച്ചിരിക്കാം. ഭയങ്കര ആഴം. എടാ പിടിച്ചിരിക്കടാ നീ അവിടെ. നിന്നെ കൊണ്ട് എങ്ങനെ പറ്റുന്ന ഇറങ്ങിയൊക്കെ നിൽക്കാൻ. നല്ല പൊക്കുന്നു. അയ്യോ മിണ്ടായി നായ്ക്കളെ. നിന്നോ? ഏറ്റവും മണ്ടലെത്തിയോ? അയ്യോ തല തിരിച്ച് ആടും. നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന? ഏറ്റവും വേണ്ടാന്നോ? കണ്ണു തുറക്കാനൊന്നും പറയല്ലേ. എല്ലാം നാട് അതിൽ അഭിയൊന്നു നമ്മൾ ഏറ്റവും ടോപ്പിൽ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന. അയ്യോ ഒന്ന് ശ്വാസം വിട്ടതാ നിങ്ങൾ. അയ്യോ ഇപ്പഴാ
ഇവിടുന്ന് വാട്ടർഫോൾ നല്ല വൃത്തിക്കാവാൻ പറ്റും. ബെൽറ്റോ വണ്ടർലേക്ക് കൂട്ടത്തെ എന്തെങ്കിലും ബെൽറ്റോ വല്ല വെക്കുമെന്ന് എന്തൊരു സേഫ്റ്റി ആയിരുന്നു. ഇതെന്തുവാ ഇത്? പൊരുത്തം കൈവല്ലം വിട്ടാൽ പറന്നു പോകും. ഇപ്പം വലിയ പേടിയാവുന്നില്ല ഇവിടെ വെച്ച്. അയ്യോ പടച്ചോനെ, തുടങ്ങി ഏറ്റവും മേലെ എത്തി. കണ്ണടച്ചിരിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അയ്യോ പാമ്പോ, സ്പീഡ് കറക്റ്റ് പറ. ഈ സ്പീഡ് കറക്റ്റ് മതി കേട്ടോ. ഇനി സ്പീഡ് കൂട്ടല്ലേ അണ്ണാ, സ്പീഡ് കൂട്ടല്ലേ അണ്ണാ, സ്പീഡ് കൂട്ടല്ലേ. അയ്യോ എവിടാണ്ടൊക്കെ എത്തി. ആ ഓ സുബ്ഹാനല്ലാഹ്. അയ്യോ അസ്തഗ്ഫിറുല്ലാഹ്. എന്തേലും പാപമൊക്കെ ചെയ്ത് പൊറുക്കണേ പഠിച്ചോനെ. മാറി പയ്യ കറക്കണാ. കണ്ണ് തുറന്നാ പോയി. ഓ താഴെത്തി. പിന്നെ മേളി പൊക്കി. അയ്യോ ഓ തല ഇറങ്ങുന്നു. ഓ പയ്യ കറക്കാൻ പറ. ഓ താഴെത്തി. പിന്നെ താഴെത്തി. അയ്യോ കുറച്ചോളേ പയ്യ കറക്കണം പന്നി. അയ്യോ പിടിച്ചേരിയടാ നാറി. സ്പീഡ് കൂട്ടി. അയ്യോ ഓ ഇതെന്താ ആടുന്നേ? പയ്യക്കാർക്കടാ. അയ്യോ ഞാൻ എന്റെ കാർ പാർക്ക് ചെയ്ത് കണ്ട്. ഓ ഇത് എവിടെ ആക്കി? നിർത്തിയോ? സ്പീഡ് കുറച്ചോ? അണ്ണേ മതി, 500 രൂപ തരാം. അണ്ണേ നിർത്തണേ. അണ്ണേ നിർത്തണേ. അയ്യോ മെളിത്തി. അയ്യോ മേളിക്കൊണ്ട് നിർത്തിയടാ മാരി. അയ്യോ ലോണ്ടന്റെ കാറ് പാർക്ക്. അയ്യോ ആടുന്നു തലയിരിക്കാറാ പട്ടി. അയ്യോ മാമി കഴിഞ്ഞ മാമി. അയ്യോ ഇനിയാ കറക്കുന്നേ തോന്നുന്നു. കഴിഞ്ഞ്. യെസ് കുറച്ചോനെ കാല് നട്ടി കുത്തിയിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം നേരെ ഇവിടെ. എനിക്ക് വന്ന് നേരത്തെ അത് കൊള്ളാം. ആദ്യമായിട്ടും കയറി തന്നെ ഛർദി ചൂപ്പാട് വന്നോണ്ട് ഇത്. അയ്യോ ഓ ഇത് താഴെ എത്തുന്ന ഇതില്ല. നമ്മുടെ ക്യാമറാമാന്റെ യദുവിന്റെ ഇത് കണ്ട ചില്ല്. ഇവരൊക്കെ എങ്ങനെ ചില്ലായിട്ടിരിക്കുന്നു. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇത് ഈ ജയന്റ് വീലൊന്നും വലിയ ഇതില്ല. അത് സംഭവം അതിന്റെ അറ്റത്ത് ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കും. അവന്റെ മണ്ടയ്ക്ക് വീഴാൻ പോകുന്നതിനോട്ട് അതിന്റെ അറ്റത്ത് പറയുന്നത്. ജയന്റ് വീല് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. ഇഷ്ടം മണ്ടയ്ക്ക് പോകുന്നതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്കത് ഭയങ്കര എഫക്റ്റ് ആയി. ഓ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഓട്ടോ സൂം ചെയ്. ഒരു ഒട്ടകമന്തിക്ക് ഒരു കോളുണ്ട്. നമ്മൾ ഫൈനലി ഇറങ്ങാൻ പോവാ. ഓ കാണിക്ക് തറയെ കാലുകുത്താൻ പോവാ. ഇതൊക്കെ ഇറങ്ങിയോ? അയ്യോ
എത്ര ആൾക്കാർ? സമയം രാത്രി 10 മണി. കൊള്ളാം. നമ്മൾ ഇതിൻ്റെ അകത്ത് എത്ര മണിക്ക് കയറിയതാ? 7:30 കയറിയതാ. 7:45. എടാ നാണ്ടെ പിന്നെ പോകുന്നു. യെസ്, എത്തി. കുറേ കണ്ട്. നന്ദി, ரொம்ப നന്ദി. ഇതിന് സുന്ദി. ഇത് അങ്ങനെ സക്സസ്ഫുള്ളി കാല് തറയിൽ കുത്തി. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ഇതിലും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കയറിയോണ്ടാണോ എനിക്ക് ഇത്ര ഇത് തലയൊക്കെ കറങ്ങി. അയ്യോ, വാ നമുക്കങ്ങനെ ഇവിടുത്തെ ഇന്നത്തെ സഞ്ചാരം മതിയാക്കി നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം. വഴക്ക് വിട്ടോ. എന്തേലും വഴക്കാവട്ടെ, നമുക്ക് അതിലൊന്നും തലയേണ്ട ആവശ്യമില്ല. അതുവഴി ആൾക്കാരെ കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ്. ആയി കുതിര ഒട്ടകം. ഈ പുള്ളി നമുക്കറിയാം, നമ്മുടെ പഴയ ചലഞ്ചിലുള്ള പുള്ളിയായിരുന്നു. ഇപ്പൊ പോവാ. വെള്ളയൊക്കെ കിട്ടി. നമ്മുടെ കുതിര അല്ല, മുട്ട. വേണ്ട പോവാ, മതി, ഇന്നത്തേക്ക് മതി. അപ്പം കാർ അവിടെ കിടക്കാണ്. ഈ കാറ് പോയി എടുത്ത് വീട്ടിൽ പോകണം. ഇനി ഏതെങ്കിലും തട്ടുകടയിൽ കയറി നമുക്ക് നല്ല മൊരിഞ്ഞ പൊറോട്ടയും നല്ല ബീഫ് റോസ്റ്റും കഴിക്കും. അത് കഴിച്ച് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തും. കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വണ്ടി ഓടിച്ചുള്ള പോക്കാണ്. എന്ത് വിധു എന്ത് ഇങ്ങോട്ട് വേണം വെടിപ്പൂൾ. ആരെയാ നോക്കി പോവാ? അതുകൊണ്ടാ പോന്ന്. കൊള്ളാലോ. ഈ പൊട്ടക്കോണപ്പനൊക്കെ എന്തോ ചെയ്യാന്. വാ ഇങ്ങോട്ട്. നമ്മളെ വണ്ടി അവിടെ ഇട്ടേ. എന്ത് എവിടാ? കൊച്ചു പോയി. ഇനി ഇല്ല. അവിടെ മന്തി കഴിക്കുന്നതാ. അത് കുഴപ്പമില്ല, നമുക്ക് മന്തി ഒന്നും വേണ്ട. കാലറീസ് നോ മന്തി. അപ്പൊ എനിക്ക് ഫോട്ടോ ഇട്ടാന്നേക്കുന്നത്. ഒന്നും വിഷയമൊന്നുമില്ല. വാ നമ്മുടെ വണ്ടി അവിടെ ഇട്ടേ. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. വേണ്ട, ഇവിടുന്ന് വ്യൂ ഉണ്ടോ ജയന്റ് വീലിൻ്റെ? അതിൽ കയറി. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനത്തെ സംഭവത്തിൽ കയറത്തില്ല. എനിക്ക് ഹൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫിയറാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പോകുന്നതൊന്നും കാണിച്ച് നിങ്ങളെ അഴയ്ക്കുന്നില്ല. സോ ഇനിയും ഇതിലും നല്ലൊരു വ്ളോഗായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ ബൈ.